സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിന മത്സരങ്ങൾ സമാപനത്തോടടുക്കുമ്പോൾ 341 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ. 338 പോയിന്റുമായി തൃശൂരും കോഴിക്കോടും തൊട്ടുപിറകിലുണ്ട്. ജനപ്രിയ ഇനങ്ങളായ ചെണ്ടമേളം, ദഫ്മുട്ട്, ബാൻഡമേളം തുടങ്ങിയവയാണ് നാടകം തുടങ്ങിയ ഇനങ്ങളാണ് ഇപ്പോൾ അരങ്ങ് തകർക്കുന്നത്. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകാൻ തത്സമയം ചേരുന്നുണ്ട്. ഷംസീർ, ഇന്ന് രണ്ടാം ദിനമായി ഇന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട ഇനങ്ങൾ വേദിയിലെത്തി? പോയിന്റ് പട്ടിക പരിശോധിക്കുമ്പോൾ വളരെ ചെറിയ പോയിന്റുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. അപ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത്. തീർച്ചയായും അമൃത, ഇഞ്ചോടിഞ്ച് മത്സരം തന്നെ നടക്കുകയാണ്. ഈ ഓരോ സമയത്തും ചെറിയ സമയത്തിനുള്ളിൽ തന്നെ പോയിന്റ് നില മാറി മറിയുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അമൃത വായിച്ചതിൽ നിന്ന് വീണ്ടും പോയിന്റ് നില മാറുകയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ല തന്നെ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ച കാണുന്നു. 351 പോയിന്റുമായാണ് കണ്ണൂർ ജില്ല മുന്നിട്ട് നിൽക്കുന്നത്. തൊട്ടു പിന്നിൽ 348 പോയിന്റുമായി തൃശൂർ ജില്ലയും കോഴിക്കോട് ജില്ലയുമുണ്ട്. മൂന്നാമത് 344 പോയിന്റുമായി പാലക്കാട് ജില്ലയുമുണ്ട്. സാധാരണഗതിയിൽ മുന്നിട്ട് വരാറുള്ള ജില്ലകൾ തന്നെ ഇക്കുറിയും രണ്ടാം ദിനത്തിലേക്ക് എത്തുമ്പോൾ മുൻനിരയിലുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ കലാമത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ പോയിന്റ് നിലയിൽ മാറ്റമുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി 19-ലാണ്. ഇവിടെ ദഫ്മുട്ട് മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങേണ്ട മത്സരമായിരുന്നു. അത് തുടങ്ങാൻ 4 മണിയോടടുത്തു എങ്കിൽ കൂടി ഇപ്പോൾ സജീവമായി തന്നെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് പ്രധാനപ്പെട്ട മത്സരം ഇന്ന് നടക്കുന്നത് നാടകമാണ്. നാടകം നടക്കുന്നത് ടാഗോർ തിയേറ്ററിലാണ്, വേദി 3-ൽ. അവിടെയും വലിയ ആരാധക കൂട്ടം അല്ലെങ്കിൽ ആസ്വാദക കൂട്ടം അവിടെയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒപ്പന നടക്കുന്ന വേദിയിലും കാര്യമായി തന്നെ ആളുകളുണ്ട്. ഇവിടെ രാവിലെ ഓടക്കുഴൽ മത്സരമായിരുന്നു. ആ മത്സരം നടക്കുന്നതിനിടയിൽ തന്നെ ഒപ്പനയ്ക്ക് വേണ്ടി ആളുകൾ കൂട്ടമായി എത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ജനപ്രിയ ഇനങ്ങളിൽ വലിയ തോതിൽ ആളുകൾ വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മറ്റു വേദികളിലെ മത്സരങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ വേദി 2-ൽ മോഹിനിയാട്ട മത്സരം തുടരുന്നുണ്ട്. നാടോടി നൃത്തം തുടരുന്നുണ്ട്. ഒപ്പം തന്നെ വേദി 4-ൽ ഭരതനാട്യം തുടരുന്നു. മാർഗം കളി തുടരുന്നുണ്ട്. നങ്ങ്യാർ കൂത്ത് മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേദി 9-ൽ കഥകളി ഗ്രൂപ്പ് മത്സരം തുടരുന്നുണ്ട്. ആ തരത്തിലാണ് ഇപ്പോൾ മത്സരങ്ങളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാം ദിനത്തിലേക്ക് എത്തുമ്പോൾ വലിയ തോതിൽ തന്നെ ആളുകൾ വിവിധ വേദികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. നിലവിൽ 93 മത്സര ഇനങ്ങളാണ് പൂർത്തിയായി കഴിഞ്ഞിട്ടുള്ളത്. 249 ഇനങ്ങളിലാണ് ആകെ മത്സരങ്ങൾ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആവേശം സ്വാഭാവികമായും കലോത്സവ നഗരിയിൽ ഉണ്ടാകും എന്നുറപ്പാണ്. 6 സ്വർണ്ണക്കപ്പ് നേടും എന്നതിനുള്ള കാത്തിരിപ്പ് ഇനി 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അവസാനിക്കും. ഇനി പോയിന്റ് പട്ടിക പരിശോധിക്കാം.